ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് ബാംഗ്ലൂർ FC ആണ്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ FC മത്സരം. നിലവിൽ സോണി സ്പോർട്സ് ആണ് ഇന്ത്യയിൽ ഡ്യൂറന്റ് കപ്പ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. രണ്ട് താരങ്ങളെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. ജോഷിയോ സൊട്ടീരിയോ, പ്രബീർദാസ്. സൊട്ടീരിയോ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ എത്തിയ താരമാണ്. പക്ഷെ പരിക്കിന്റെ പിടിയിലായതുകൊണ്ട് അദ്ദേഹം ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരൊറ്റ മത്സരം പോലും കളിച്ചിട്ടില്ല. പ്രബീർദാസ് എത്തി, സൊട്ടീരിയോ എത്തി. പക്ഷെ ആ ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ ഉറ്റുനോക്കുന്നത് കൊയ്യിഫിനെ രജിസ്റ്റർ ചെയ്തോ കൊയ്യിഫ് കളിക്കുമോ എന്നുള്ളതാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കൊയ്യിഫിനെ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത താരമാണ് കൊയ്യിഫ്. ഡ്യൂറന്റ് കപ്പിൽ കൊയ്യിഫിന് പങ്കെടുക്കാൻ കഴിയും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ നിർണായകമാകാൻ പോകുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ബാംഗ്ലൂർ FCക്കെതിരെ കൊയ്യിഫ് കളത്തിലിറങ്ങുമെന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സും അതുപോലെ ബാംഗ്ലൂർ FCയും എപ്പോഴെല്ലാം മത്സരിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ ആവേശകരമായ പോരാട്ടങ്ങളാണ് നടന്നത്. ഇതും അതുപോലെ തന്നെ ആയിരിക്കും. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് ക്വാർട്ടർ ഫൈനൽ ഡ്യൂറന്റ് കപ്പിന്റെ ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ FCയും തമ്മിൽ. എന്തായാലും ആരാധകരൊക്കെ വളരെ ആവേശത്തിലാണ്. കൊയ്യിഫൊക്കെ കളത്തിലിറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. കൂടാതെ സൊട്ടീരിയോ, പ്രബീർദാസ് ഒക്കെ ഇപ്പൊ നിലവിൽ ടീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത സൊട്ടീരിയോ ഒക്കെ എത്തിയിട്ടുണ്ട്. ഒരു മികച്ച ടീം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ FCക്കെതിരെ കളത്തിലിറക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് തന്നെ വേണ്ടിവരും ബാംഗ്ലൂർ FCക്കെതിരെ. ശക്തരായ എതിരാളികളാണ് ബാംഗ്ലൂർ FC. കേരള ബ്ലാസ്റ്റേഴ്സും ശക്തരാവേണ്ടതുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ FC മത്സരം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഇന്ത്യ സമയം രാത്രി 7 മണിക്കാണ് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം.